ത്രിത്വൈക ദൈവത്തിന് നന്ദി. പരിപാവനമായി ഈ അൾത്താരയിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ നിർത്തിയ ദേവകുമാരനും മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ കൊല്ലം ജില്ലയിൽ കുരീപ്പുഴ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 ഫെബ്രുവരി 21 ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു പരീക്ഷയുടെ വിജയത്തിനാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് കയറി. അതിനുശേഷം കുറേ വർഷം ജോലി ചെയ്തു. അതിനുശേഷം ഡിസ്റ്റൻ്റായിട്ട് PG ചെയ്യാൻ തുടങ്ങി. അതിൽ 3 സെം പരീക്ഷയും ഞാൻ ക്ലിയർ ചെയ്തു. 4ാമത്തെ സെമ്മിൽ ഒരു എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഒരു സബ്ജക്റ്റ് ഫെയിലായി. 2024 ജൂണിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷേ റീവാലുവേഷന് കൊടുത്തിട്ടും അത് ഫെയിലായി. വീണ്ടും 2024 ഡിസംബറിൽ ഞാൻ പരീക്ഷ എഴുതി. എന്നാൽ 2025 ഫെബ്രുവരി 17 എനിക്ക് റിസൾട്ട് വന്നു. വീണ്ടും ഞാൻ ഫെയിലായി. അതിനുശേഷം 2025 ഫെബ്രുവരി 18 റീവാലുവേഷന് കൊടുത്തു. 21 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അറിഞ്ഞതാണ് മാതാവിൻ്റെ അടുത്ത് നമ്മൾ സമർപ്പിക്കുന്ന നിയോഗം മറ്റെവിടെയും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന്. ഞാൻ എൻ്റെ 1ാമത്തെ നിയോഗമായിട്ട് എൻ്റെ എക്സാമിൻ്റെ വിജയിപ്പിക്കാൻ എഴുതി. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി ഞാനിത് എവിടെയും പ്രാർത്ഥിക്കത്തില്ല, മാതാവിനെ ജയിപ്പിക്കണമെന്ന്. പിന്നീട് ഞാൻ ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ മുൻപോട്ട് പോയി. ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കൃത്യമായി ചെയ്തു. ഉടമ്പടി നമ്മുടെ പത്രം, ആ പത്രം എല്ലാ മാസവും, കൃപാസനം പത്രം ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങുമെങ്കിലും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3 മാസത്തെ പത്രവും ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും വാങ്ങിയെങ്കിലും അത് ഞാൻ കൊടുത്തില്ല. വീട്ടിൽ കൊച്ചിനെ കൊണ്ട് കൊടുപ്പിച്ചു. പക്ഷേ മെയ് 29 ഞാൻ വീണ്ടും വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. പക്ഷേ ആ പുതുക്കുന്നത് വരെയും എൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിലോ ഞാൻ എന്നും കയറി നോക്കുമായിരുന്നു, റിസൾട്ട് വന്നിട്ടില്ല, നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുവരെ എൻ്റെ ജീവിതത്തിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. റിസൾട്ടിൻ്റെ കാര്യത്തിലും നോട്ട് ഫൗണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ 29 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം പുതുക്കുന്നതിൻ്റെ ധ്യാനം കൂടി. അപ്പോൾ അതിനകത്ത് അച്ഛൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ നിയോഗം നടന്നിട്ടില്ലെങ്കിൽ ഒരു പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ദൈവം തന്നിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാളും ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ടും ദൈവത്തിന് മുമ്പിൽ എനിക്കൊരു വിലയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങോട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ക്ലാസ് കേട്ടത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്ക് ഉടമ്പടിയിൽ ഞാൻ ചെയ്യാനുള്ളത് പത്രം കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൂൺ 2 29 ഉടമ്പടി പുതുക്കി. ജൂൺ 2 അച്ഛൻ പറഞ്ഞ പോലെ താലൂക്ക് ആശുപത്രിയിൽ പത്രം ഞാൻ ഉടമ്പടി തൈലവും തേച്ച് പൂശി ഞാനും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ട് എല്ലാവരുടെ അടുത്തും മാതാവിനെ പറ്റി പറഞ്ഞ് ഞാൻ കൊടുത്ത് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പം വീട്ടിൽ ഒരു കൊറിയർ വന്നിരിക്കുന്നു. അപ്പോൾ ആ കൊറിയറിനകത്ത് എൻ്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ആയിരുന്നു. അപ്പോൾ കൃത്യമായി ഞാൻ പത്രം കൊടുത്ത ആ ദിവസം, എൻ്റെ ഉടമ്പടി പൂർണ്ണമായും ഞാൻ ചെയ്ത ദിവസം, എനിക്ക് നെറ്റിൽ പോലും വരാതെ ഞാൻ വിചാരിക്കാത്ത പോലെ ഒരു കാര്യത്തിൽ കൊറിയറായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റാണ് എനിക്ക് കിട്ടിയ. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും എൻ്റെ മാർക്ക് ലിസ്റ്റും എനിക്ക് വീട്ടിൽ കിട്ടി. പിന്നെ ഇതെനിക്ക് തന്നത് മാതാവിൻ്റെ കൃപയാൽ മാത്രം. എൻ്റെ ക്രെഡിറ്റോ മറ്റാരുടെയും ക്രെഡിറ്റോ ഒന്നുമല്ല, മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പരീക്ഷാ വിജയത്തിന്. പക്ഷേ ഉടമ്പടി എടുത്ത് കൃത്യമായ നിബന്ധനകൾ പാലിച്ച ശേഷമാണ് ഈ അനുഗ്രഹം കിട്ടിയത്. ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ഈ അമ്മയാണിത് തന്നതെന്നുള്ളതിന് എനിക്ക് തെളിവൊന്നും വേണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് അത് ബോധ്യമാകാൻ വേണ്ടി എനിക്ക് എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയത് സാധാരണ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ആ കൺവൊക്കേഷൻ വെക്കുന്ന ഈ ഏപ്രിൽ 7 ഒരു ചൊവ്വാഴ്ച, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എനിക്ക് കൺവൊക്കേഷൻ നടത്തി എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി.
പിന്നീട് ഞാൻ 9 വർഷമായിട്ട് 2 കമ്പനികളിലായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ റിസൈൻ ചെയ്തെങ്കിലും കമ്പനിയിൽ നിന്ന് ഞാൻ PF ഒന്നും വിഡ്രോ ചെയ്തില്ല, ട്രാൻസ്ഫർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ട്രാൻസ്ഫർ ചെയ്ത PF ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ വിഡ്രോ ചെയ്യാൻ 2 പ്രാവശ്യം അപ്ലൈ ചെയ്തു. 2 പ്രാവശ്യവും അത് റിജക്ഷനായി. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം വീണ്ടും അപ്ലൈ ചെയ്യാൻ പോയി. കഫയിൽ ഞാൻ ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. PF-ഉം പെൻഷനും അപ്ലൈ ചെയ്തു. 2 പ്രാവശ്യവും റിജക്ഷൻ ആയത്, അതും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് റിജക്ഷൻ ആയത് ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 30 ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞത് 15 ദിവസം പോലും എടുക്കാതെ എൻ്റെ അക്കൗണ്ടിൽ ഫുൾ ക്യാഷ് ക്രെഡിറ്റായി അമ്മ തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അതുകൂടാതെ ഉടമ്പടി എടുത്ത ശേഷം ഞാനൊരു ഇൻ്റർനാഷണൽ കോഴ്സ് ചെയ്യാൻ ചേർന്നിരുന്നു. 8 മാസത്തെ കോഴ്സായിരുന്നു. അതിന് പ്രാക്ടിക്കലും തിയറിയും ഉണ്ട്. പ്രാക്ടിക്കൽ എക്സാം ആദ്യം പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു ഫെബ്രുവരിയിൽ. പ്രാക്ടിക്കൽ എക്സാമിന് ഞാൻ കാശ് രൂപം കയ്യിൽ പിടിച്ച് ലാപ്ടോപ്പിന് ചുറ്റും ഉപ്പ് വിതറിയാണ് ചെയ്തത്. റിസൾട്ട് വന്നപ്പോൾ അതിന് A ഗ്രേഡ് ഉണ്ട്. അതുകൂടാതെ തിയറി എക്സാമിനും പോക്കറ്റിൽ കാശ് രൂപം ഇട്ട് എക്സാം പേപ്പറിലും ഞാൻ ഇരിക്കുന്നിടത്തെല്ലാം ഉപ്പിട്ട് തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എഴുതിയത്. ഫസ്റ്റ് എല്ലാം നല്ലതുപോലെ ഞാൻ എഴുതി. ലാസ്റ്റ് വന്നപ്പോൾ ഒരു എസ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ടെൻഷനായി. അപ്പോൾ എന്താ എഴുതേണ്ടതെന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ 7 പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇട്ടിട്ട് ആവേ മരിയേ എന്നാണ് എഴുതി വെച്ചത്. 4 മൊഡ്യൂളായിട്ടാണ് ഓരോ ഫുൾ ടോട്ടൽ മാർക്ക് വരുമെങ്കിലും 4 മൊഡ്യൂളാണ്. ആ 4 മൊഡ്യൂളിനും പാസ്സായാലേ നമ്മൾ പാസ്സാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ലാസ്റ്റ് എസ് ആണല്ലോ, അപ്പോൾ ഇതിന് മാർക്കില്ലെങ്കിൽ ഞാൻ തോക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 88 മാർക്ക് വാങ്ങി ഞാൻ ജയിച്ചു. എന്നെ ജയിപ്പിച്ച അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ പത്രം ഞാൻ മെയ് മാസം തൊട്ട്, കഴിഞ്ഞ മെയ്യിൽ വന്ന് ഉടമ്പടി പുതുക്കിയത് തൊട്ട് കൃത്യമായി ഞാൻ തന്നെ ഓട്ടോ സ്റ്റാൻഡിലും താലൂക്ക് ഹോസ്പിറ്റലുകളിലും കൊണ്ട് നടന്ന് കൊടുത്ത് മാതാവിനെ പറ്റി പറഞ്ഞ് തന്നെ കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഒരു സ്ഥലത്തേക്ക് എല്ലാ മാസവും ഗ്രോസറി വാങ്ങിക്കൊടുക്കും. പിന്നെ പൊതിച്ചോറ് വഴിയിൽ വെച്ച് വിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങി പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ടെന്ന് വെച്ചാൽ എനിക്ക് നല്ല ദേഷ്യമായിരുന്നു. ഇപ്പം എല്ലാവരോടും ക്ഷമിക്കാൻ ഈശോ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. ഹെബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഏഞ്ചൽ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ നേടിയെടുത്ത 3 വലിയ അനുഗ്രഹങ്ങളെ വലിയ സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുകയാണ്. മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടിയിലേക്ക് മകൾ എത്ര കണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളർന്നു എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഓർക്കണം, ഉടമ്പടി ഒരു സീരിയസ് അഫെയറാണ്. അതൊരു അഴകുഴമ്പൻ പ്രോഗ്രാം അല്ലത്. ആ ഉടമ്പടിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തെ ഉരുക്കി വാർക്കാം എന്ന ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് വാക്കുകൊടുത്തുകൊണ്ട് തന്നെയാണ് അതിലേക്ക് പ്രവേശിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, എങ്ങനെയെങ്കിലും ചെയ്യാം, എപ്പോഴെങ്കിലും ചെയ്യാം, ആ രീതിയിൽ ഉടമ്പടിയിൽ നമുക്കൊരു നിലനിൽപ്പില്ല. അത്തരം ഉടമ്പടി കൊണ്ട് നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് വലിയ പ്രയോജനവും ഉണ്ടാവില്ല. കാരണം ഉടമ്പടി ദൈവത്തിരുമുമ്പിലുള്ള ടോട്ടൽ സറണ്ടറിങ് ആവശ്യപ്പെടുന്നുണ്ട്. പരിപൂർണമായ അടിയറവ് വെപ്പൽ, അതുപോലെ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്. ദൈവസ്നേഹത്തോടു കൂടി എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ തീരുമാനിച്ച നിമിഷം മുതൽ മാത്രമായിരിക്കും ആ ഉടമ്പടി നമുക്ക് അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരിക. സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്, ഉടമ്പടി എടുത്ത നാളുകളിൽ ഏറ്റവും വലിയ ക്ലേശം അത് ആ കൃപാസന പത്രം കൊടുക്കുന്ന കാര്യമായിരുന്നു. അതൊരു സ്റ്റാറ്റസ് വിഷയമാണ് പലർക്കും. ഇത്രയും വിവരവും വിദ്യാഭ്യാസവുമുള്ള, ഇത്രയും സമ്പത്തും നാട്ടിൽ സൽപ്പേരുമുള്ള ഞാൻ ഇതെങ്ങനെ ഈ പത്രമൊക്കെ കൊടുത്ത് ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കും? അത് കൊടുക്കും തോറും അവരെന്നെ കളിയാക്കുകയും കൊച്ചാക്കുകയുമില്ലേ? നമുക്ക് സ്റ്റാറ്റസ് വിഷയമായിട്ടാണ് പലപ്പോഴും ഉടമ്പടി എടുക്കുന്ന ചിലർക്കെങ്കിലും ആദ്യ നാളുകളിൽ ഈ കൃപാസനം പത്രം കൊടുക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമായിട്ട് നിൽക്കുന്നത്. എപ്പോഴാണോ നിങ്ങളുടെ സ്റ്റാറ്റസ് ദൈവതരിസന്നിധിയിൽ അടിയറ വെച്ചുകൊണ്ട് ദൈവമാണ് എനിക്ക് സ്റ്റാറ്റസ് ആയിട്ടുള്ളത്,
ദൈവമാണ് എനിക്ക് അഭിമാനവും അംഗീകാരവും വിജയവും സ്നേഹവും ഐശ്വര്യവും നൽകുന്നത് എന്ന് നാം തിരിച്ചറിയുന്നത് ആ നിമിഷം മുതൽ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടായിക്കൊണ്ടിരിക്കും. സഹോദരി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി തീരുമാനമെടുത്ത് കൃപാസനം പത്രം കൊടുത്ത് തിരികെ വന്ന ദിവസം എനിക്ക് ആദ്യത്തെ അറിയിപ്പ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കിട്ടി. പിന്നീട് ഒരു കാര്യത്തിനും എനിക്ക് തടസ്സങ്ങളല്ല. ഞാൻ അമ്മയോട് ചോദിച്ചത്, ഈശോയുടെ മുൻപിൽ സമർപ്പിച്ചത്, സമയാസമയങ്ങളിൽ എനിക്കത് അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഉടമ്പടി ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനും എൻ്റെ ആത്മീയ ജീവിതത്തെ കൂടുതൽ റിഫൈൻഡ് നവീകരിക്കുവാനും അമ്മ എന്നെ സഹായിക്കുകയായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി അനുഗ്രഹിക്കപ്പെടുവാൻ എളുപ്പമാണ് എത്ര വേഗത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ തീരുമാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ച്. അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് നമുക്ക് ആത്മശരീരങ്ങളെ പൂർണ്ണമായി കൊടുക്കാം, ഉപേക്ഷിക്കേണ്ടവ പൂർണ്ണമായി ഉപേക്ഷിക്കാം, ചെയ്തു തീർക്കേണ്ടവയും നിലപാടെടുക്കേണ്ടതും ദൈവസ്നേഹത്തെ പ്രതി ചെയ്തു തീർക്കുവാനും നിലപാടെടുക്കുവാനും നിരന്തരം നമുക്ക് ശ്രദ്ധിക്കാം. അത് ജീവിതത്തിൻ്റെ കഷ്ടാനുഭവങ്ങൾ മാറ്റിത്തരുന്നതിന് ദൈവം ഒരുക്കുന്ന സുഗമമായ വഴികളിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കും. ഈ കുടുംബത്തിനും മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.